എല്ലാവർക്കും നിസാനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കിയാലോ. അതും റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിലും ആ ഒരു പെർഫെക്ഷനോടും കൂടി തന്നെ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടും കാണണേ. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരി ഒന്ന് കുതിർത്താൻ വെക്കാം. ഫ്രൈഡ് റൈസിന് എടുക്കുന്ന ആ നീളൻ അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇതൊരു അരമണിക്കൂർ കുതിർത്തിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം വെക്കുമ്പോൾ എപ്പോഴും അരി എടുത്തതിനേലും 3 ഇരട്ടി വെള്ളം വെക്കുക. കാരണം ഇത് തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് അരി ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ വിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ കുതിർത്തി വെച്ച അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ വെള്ളമെല്ലാം നല്ലതുപോലെ കളഞ്ഞൊന്ന് ഊറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ വെള്ളത്തോടു കൂടി ഇട്ട് കൊടുക്കരുത്. ഇത് മൂടി വെച്ചൊന്നും വേവിക്കേണ്ട. തുറന്ന് വെച്ച് തന്നെ ഒരു 8 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതി. 8 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ തന്നെ നല്ലതുപോലെ വെന്ത് കിട്ടും. ഇനി ഇത് മുഴുവനായിട്ടും വേകണ്ട, ഒരു 1/4 ഭാഗത്തോളം വെന്ത് കിട്ടിയാൽ മതി. ഫുള്ളായിട്ട് അങ്ങ് വെന്ത് പോയാലും നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ചോറൊക്കെ അങ്ങ് ഉടഞ്ഞു പോകും. അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ് ചെയ്യുമ്പോഴേക്കും എപ്പോഴും നമ്മളൊരു 2-3 മണിക്കൂർ മുമ്പെങ്കിലും ചോറ് ഇതുപോലെ വേവിച്ച് ഊറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുത്താൽ ആ കറക്റ്റ് പെർഫെക്ഷനോട് കൂടി നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് കിട്ടും. അരിയെല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഊറ്റി വെക്കാം. ഇതുപോലെ കുറച്ച് പരന്ന പാത്രത്തിലാണ് ഞാൻ ഊറ്റി വെച്ചിരിക്കുന്നത്, വെള്ളമെല്ലാം കളഞ്ഞ്. ഇനി നമുക്കൊരു 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിവിടെ റൈസ് സെറ്റ് ചെയ്തെടുക്കുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഒരു 2 മുട്ട നമുക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. നിങ്ങൾ റൈസ് എടുക്കുന്നതിനനുസരിച്ച് ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും അളവ് കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരല്പം കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കണം. ഒത്തിരി ചെറിയ ചെറിയ പീസാക്കി കളയരുതും, കുറച്ച് വലിയ പീസാക്കി വേണം എടുക്കാനായിട്ട്. നമ്മൾ ഈ ഫ്രൈഡ് റൈസിൽ ഇത് കിടക്കുമ്പോൾ നല്ലതുപോലെ കാണുന്ന വിധത്തിലും നല്ലതുപോലെ നമുക്കത് കടിക്കാൻ കിട്ടുന്ന വിധത്തിലും വേണം എടുക്കാനായിട്ട്. മുട്ടയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് വലിയ വലിയ പീസുകളാക്കിയിട്ട് എടുക്കുക. മുട്ടയൊക്കെ വെന്തിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വേവിക്കാൻ വെക്കാം. ഞാൻ വേറൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് രണ്ടും സെയിം പാനിൽ തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇതൊന്ന് പച്ചമണമെല്ലാം മാറി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പച്ചമുളകെല്ലാം നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. തീ കൂട്ടി വെച്ച് വേണം ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പാർട്ട്, പിന്നെ ബീൻസ്, ക്യാരറ്റ്. വെജിറ്റബിൾസ് ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ. സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പോർഷൻ നേരത്തെ ചേർത്ത് കൊടുക്കണം. അതിന് കുറച്ചും കൂടി വേവ് കൂടുതലുണ്ട്. പിന്നെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കുമ്പോൾ എപ്പോഴും സ്പ്രിംഗ് ഒണിയൻ ചേർക്കാൻ ശ്രമിക്കുക, അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഞാൻ ഉപ്പും കുരുമുളക് പൊടിയിട്ട് വേവിച്ചെടുത്തതാണ്. ഇതിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ആ എണ്ണയിൽ കിടന്ന ചിക്കൻ ഒന്ന് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഉപ്പ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട, കാരണം ചിക്കനിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ട് വേവിച്ചതാണ്. തീ കൂട്ടി വെച്ച് തന്നെ ചെയ്യുക, കരിഞ്ഞു പോകരുതും. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കവും ആദ്യമേ ചേർത്ത് കൊടുക്കണ്ട, ക്യാപ്സിക്കത്തിന് ഒരുപാട് വേവില്ലാത്തത് കൊണ്ടിട്ട് വെജിറ്റബിൾസ് ഒരു പകുതിയോളം വെന്ത് വരുമ്പോഴത്തേക്കും ക്യാപ്സിക്കം ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സോസുകൾ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഒഴിക്കുന്നുണ്ട്.
പിന്നെ 1 ടേബിൾ സ്പൂണോളം ചില്ലി സോസാണ് ഒഴിക്കുന്നത്. റെഡ് ചില്ലി സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ചില്ലി സോസാണ് ഉള്ളതെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഫ്ലെയിം കൂട്ടി വെച്ച് തന്നെ ചെയ്യണം ഈ ഒരു സ്റ്റെപ്പൊക്കെ. ഇനി ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഒരുപാടിട്ട് ഇളക്കി ഇതാക്കരുത്. ഇങ്ങനെ അടിയിൽ നിന്നൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത് ഉടഞ്ഞു പോവാത്ത രീതിയിൽ, ചോറ് ഇങ്ങനെ ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഒന്ന് കുടഞ്ഞ് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 2-3 ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ചേർക്കാനുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ ഞാനിവിടെ 1 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ആ ഗ്രീൻ പോർഷൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ട കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തേക്കും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റും ആ ഒരു പെർഫെക്ഷനും ഉണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, എന്നെ ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. ഓക്കെ, ബൈ, താങ്ക് യു.